അന്നേരമാദിത്യനു മുതിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പുണർന്നീലെന്നും എന്തൊരു മൂലമതിനെന്നു മനസ്സേ ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തഃപുരമകം പുക്കാൻ അതിദ്രുതം രാജീവമിത്രഗോത്രോത്ഭൂത ഭൂപതേ രാജരാജേന്ദ്രപ്രഭരാ ജയ ജയ യുദ്ധം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു താനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്ത് പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയോ തന്നോട് ചൊല്ലിനാൻ ചോദിച്ചാൻ ദൈവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്ന് മഹാരാജവല്ലഭേ ചൊല്ലുകെന്നോട് എന്ന് കേട്ടു കൈകേയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം രാത്രി പതിന്ദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞത് തന്നെ ചിത്തത്തിന് സ്വതന്ത്ര ത്വം ഭവിക്കയാൽ രാമരാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്യൽ പ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്തമാകുലനായി മന്നവ രാമനെ കാണാഞ്ഞ് ദുഃഖം നൃപേന്ദ്രന് രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ മനാകർണ്യജ്ഞാനിഹ രാജീവലോചനാം പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാരണം എന്നതു കേട്ട് സുമന്ത്ര ഉഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോട് ചൊല്ലിനാൻ താതൻ ഭവാനെ ഉണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെ എഴുന്നള്ളുക വേണം മന്ത്രിപ്രവര വാക്യം കേട്ടു രാഘവൻ മന്ദേതരമവൻ തന്നോടുകൂടവേ സൗമിത്രിയോടും കരേറി യഥോപരി പ്രേമാവശനാം താതൻ മരുവീടും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്വൻ ഭൂമിപനാശു സമുദ്ധായ സംഭ്രമൽ ബാഹുക്കൾ നീട്ടിയ നേരത്ത് ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂവനും രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിമാനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ നാരീജനങ്ങൾ അതു കണ്ടനന്തര മാരൂഢ ശോകം വിലാപം തുടങ്ങിനാർ രോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും ഖേദന മന്ദിരം പുക്കിതു സത്വരം ശ്രീരാമദേവനും ചോദിച്ചതിനേരം കാരണമെന്തോന്ന് താത ദുഃഖത്തിന് നേരെ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞതു കേകയെ പുത്രിയും കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാലിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം ചേതസി നീ നിരൂപിക്കലോതിനി താതന് ദുഃഖ നിവൃത്തി വരുത്തുവാൻ ഭർത്തൃദുഃഖാപശാന്തിക്ക് കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയത് ചിത്തഹിതം നൃപതീന്ദ്രന് നിർണയം പുത്തൽ ജ്യേഷ്ഠനാകുന്നത് നീയല്ലോ രണ്ടു വരം മമ ദത്തമായിട്ടുണ്ട് പണ്ടു നിൻ താതനാൽ സന്തുഷ്ടചരസ നിന്നാലെ സാധ്യമായുള്ളോന്നത് കണ്ടു മിന്നൂതരേണമെന്നർത്ഥിക്കുകയും ചെയ്തേൻ നിന്നോടത് പറഞ്ഞിടുവാൻ നാണിച്ച് ഖിന്നനായി വന്നിതു താതനരിക നീ സത്യപാശേന സമ്പദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന് യോഗ്യൻ ഭവാൻ താതകാര്യം അനാജ്ഞപ്തവൻ പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവൻ എന്നതറിയുക നീ മാതൃവചനശൂലാഭിഹതനായ മേദിനി കുമാരനാം രാമനും എത്രയോ മേറ്റം വ്യതിതനായി ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയണമോ മാതാവേ താതാർത്ഥമായിട്ട് ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാനുപേക്ഷിപ്പനതിനില്ല സംശയം മാനസേ ഖേദമതിനിൽ എനിക്കേതും രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ ത്യാജ്യമെന്നാലെന്നറിക നീ മാതാവേ ലക്ഷ്മണൻ തന്നെ ത്യജിക്കെന്നു ചൊല്ലിടും തൽക്ഷണം ഞാനുപേക്ഷിപ്പനറിക നീ പാവകന്തങ്കൽ പതിക്കേണമെങ്കിലും ഏവം വിഷം കുടിക്കണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം ചേതസീ ചെറ്റിൽ എനിക്കെന്നറിക നീ താതകാര്യം അനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനുത്തമൻ ചിത്പിത്രാനിയുക്തനായി ഇട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും
ഉക്തമെന്നാകിലോ ഇക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്നു വച്ചടങ്ങുന്നവൻ പിത്രോർമലമെന്ന് ചൊല്ലുന്നു സജ്ജന മിത്തമെല്ലാം പരിജ്ഞാതം മയാധുന ആകയാൽ താതനിയോഗമനുഷ്ഠിപ്പാൻ ആകുലമേതും എനിക്കില്ല നിർണയം സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയം രാമനോടാശു ചൊല്ലിയിടാളാതരാൽ താതൻ നിനക്കഭിഷേകാർത്ഥമായുടൻ ആദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതന് ചെയ്യണം രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു നീ 14 സംവത്സരം കാണണേ താപസവേഷേണ വാഴുകയും വേണം നിന്നോടത് നിയോഗിപ്പാൻ മടിയുണ്ട് മന്നവൻ ഇന്നത് ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ ഇന്നതിനെന്തൊരു വൈഷമ്യമായത് ചെയ്ക അഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ എന്നതെന്നോട് ചൊല്ലാഞ്ഞു പിതാവത് ചിന്തിച്ചു ദുഃഖിപ്പതിനെന്ത് കാരണം രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും മതി ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പത് ദണ്ഡകവാസത്തിനേറ്റ വെളുതല്ലോ സ്നേഹമെന്നെ കുറിച്ചേറുമമ്മയ്ക്കും അദ്ദേഹം മാത്രം ഭരിക്കെന്ന് വിധിക്കയാൽ ആകാശഗംഗയെ പാതാള ലോകത്ത് വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂരവും തൃപ്തനാക്കിയിടിനാൻ താതന് തന്നെ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരാൽ മാരായവർ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ച് മൽപിതാ ദുഃഖിപ്പതില്ലവകാശം രാഘവ വാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിരാൻ സ്ത്രീജിതനായതീ കാമുകനായൊരു രാജാധമനാകുമെന്റെയും വൈകാതെ പാശേന ബന്ധിച്ച് രാജ്യം ഗ്രഹിക്ക നീ ദോഷം നിനക്കിതീനേതു മകപ്പെടാ അല്ലാകിലെന്നാശു സത്യദോഷം പറ്റുമല്ലോ കുമാര ഗുണാംബുദേ രാഘവ പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരിത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ ഹാ രാമ ഹാ ജഗന്നാഥ ഹാ രാമ ഹാ രാമ ഹാ മോ പ്രാണവല്ലഭ നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ എന്നെ പിരിഞ്ഞു നീ ഓര മഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന എന്നെത്തരം പല ജാതി പറകയും കണ്ണുനീരാലോല വാർത്തയും വാർത്തും കണ്ണുനീരാലോലോല വാർത്തൂകരകയും നന്നായി മുറുകെ തഴുകിയും പിന്നെ ചുടൂരുടെ ദീർഘമായി വീർക്കയും ഖിന്നനായോരു പിതാവിനെ കണ്ടുടൻ തന്നുടെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ട് കണ്ണും മുഖവും തുടച്ചു രഘുത്തമൻ ആശ്ലേഷനീതി വാഗ്വൈവ ഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയകോവിദൻ തഥാ എന്തിനെന്താരൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമിതിന്നു മഹീപതേ സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്ക് ശക്തി പോരായകയുമില്ലതു രണ്ടിനും സോദരൻ നാടു ഭരിച്ചിരുന്നേടുക സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ ഉർക്കിലീ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവൻ ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മ മാതാവിനിക്ക് വിധിച്ചതൂറുന്നല്ലോ മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ച് മൈഥിലിയോടും പറഞ്ഞു വൈകാതെ പോവതിനായി വരുന്നേനെന്നരുൾ ചെയ്ത് ദേവനും മാതൃകേഹം പുക്കതുതീരം ധാർമ്മികയാകിയ മാതാ സ്വസമ്മത ബ്രാഹ്മണരെ കൊണ്ട് ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ട് ചെയ്യിച്ചു വിത്ത മതീവദാനങ്ങൾ ചെയ്താതരാൾ ഭക്തി കൈക്കൊണ്ടു ഭഗവത് പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കും നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ അന്തികേ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിയിടിനാൻ രാമനുപഗതനായതു കണ്ടിലെ ഭൂമിപാലപ്രിയെ നോക്കിയിടുകെന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നിടിനാൻ പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ഇന്ദി വരതള ശ്യാമകളേപരം മന്ദമന്ദം തലോടിപ്പറഞ്ഞിടിനാൻ എന്തൻ മകനെ മുഖാംബുജം പാടുവാൻ ബന്ധമുണ്ടായത് പാരം വിശക്കയോ വന്നിരുന്നീട് ഭുജിപ്പതിന്നാശു നീ എന്നു മാതാവു പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോടരുൾ ചെയ്തു ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ ക്ഷിപ്രമരണ്യവാസത്തിന് പോകണം മുൽപ്പാടു കേകയെ പുത്രിയാമമ്മയ്ക്ക് മൽപിത 2 വരം കൊടുത്തിടിനാൻ ഒന്നു ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിന് യക്കുന്നു മറ്റേതും തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ
സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാൽ മോഹിച്ചു വീണിടിനാളാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞുടൻ തന്നെ നന്ദനൻ തന്നോടു ചൊല്ലിനാൾ, ഇന്നു നീ കാനനത്തിന് പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ ദണ്ഡകാരണ്യത്തിനാശു നീ പോകി ഞാൻ ദണ്ഡധരാലയത്തിന് പോയിടുവൻ. പൈതലേ വേറിട്ടുപോയ പശുവിനുള്ള ആദി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നായി നീ കാടുവാഴേണമെന്നുണ്ടോ വിധീപദം. എന്തോ പിഴച്ചതു കൈകേയിയോടു നീ ചിന്തിച്ച ഭൂവനോടും കുമാരാപരാൽ. താതയും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ട് വേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്ക് ഞാൻ പോകരുതെന്ന് പൊറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാചാഗമിക്കുന്നതാകിലോ. ഞാനുമെൻ പ്രാണങ്ങളെ തിരിച്ചിടുവൻ മാനവവംശവും പിന്നെ മുടിഞ്ഞു പോം. തത്ര കൗസല്യാവദനങ്ങൾ ഇങ്ങനെ ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ് നേത്രാഗ്നിയാ ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കിപ്പറഞ്ഞിടിനാൻ, ആകുലമെന്തിതോ കാരണമുണ്ടാകാൻ. ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രപാഹീനം ഷഠപ്രിയം. ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിപന്തികളായുള്ളവരെയുമൊക്കവേ. അന്തകൻ വീട്ടിനയച്ചഭിഷേകമൂരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ലേതുമിതിന് ശോകിപ്പതിന്നന്തർമുത വസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവൻ ശൗര്യമെനിക്കതിനുണ്ടെന്ന് നിർണയം. കാര്യമല്ലാത്തത് ചെയ്യുന്നതാകിലാചാര്യനും ശാസനം ചെയ്യുന്നതേവരൂ. യുദ്ധം പറഞ്ഞു ലോകത്രയം തദൃശ ദഗ്ധമാറ് സൗമിത്ത് നിൽക്കുന്നേരം. മന്ദഹാസം ചെയ്ത് മന്ദേതരം ചെന്ന് നന്ദിച്ചു ഗാഠമായ ആലിംഗനം ചെയ്തു സുന്ദരൻ ഇന്ദിരാ മന്ദിര ഭക്സനാനന്ദസ്വരൂപൻ ഇന്ദിര വിഗ്രഹൻ ഇന്ദീവരാക്ഷൻ ഇന്ദ്രാദി വൃന്ദാരക വൃന്ദാഘ്രിയും വന്ദ്യാംഗിയുക്മാരവിന്ദൻ പൂർണ്ണ ചന്ദ്രബിംബാനന് നിന്ദുചൂഢപ്രിയൻ വന്ദാരു വൃന്ദവന്ദാരദാരൂപമൻ.